ചാച്ച ഇതിന്റെ പരുവൊന്ന് നോക്കിയേക്കണേ. ഓ കൈ ചൂട് കൂടുതലാണോ? നുന്നപ്പ ഇങ്ങ് വന്നേടാ, അമ്മച്ചി ഒന്ന് കാണട്ടെ. ചാച്ച കൈയൊന്നും തട്ടാതെ സൂക്ഷിക്കണേ. പുറമൊക്കെ വല്ലാത്തൊരു കണ്ടീഷനിലായിരിക്കാം. എന്നാ പിന്നെ കൊച്ചിന് ഇത്തിരി കൂടെ ഗ്ലാമർ ആവാം. ചാച്ച ആ ബക്കറ്റിലെ വെള്ളം ക്ലോസറ്റിലേക്ക് ഒഴിച്ച് കളഞ്ഞേക്കണേ. ഓ പുറത്തേക്ക് ഒഴിക്കണ്ട. നുന്നപ്പനെവിടെ? നിങ്ങൾ കഴിക്കുന്നില്ലേ? ഞങ്ങൾ പിന്നെ കഴിച്ചോളാം ചാച്ച. ചിക്കൻ. പിന്നെ എന്തോ വേണം? അമ്മച്ചി എങ്ങനെ?
ഈ വീട്ടിൽ അമ്മച്ചിക്ക് മാത്രം അസുഖം. അതെന്തൊരു കോണത്തിലെ വർത്തനാടി. നിങ്ങൾ എൻ്റെ തോളിലോട്ട് കയറാതെ ആരെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്യ്. ഈ കൊറോണയുടെ സമയത്ത് ആരെ അറേഞ്ച് ചെയ്യാനാണ്? എവിടെന്നാണ്? ആ ഗണേശ് സാറിൻ്റെ ഓഫീസിലേക്ക് ഒന്ന് വിളിച്ചു നോക്ക് റീച്ചായ. ആ പ്രതിഭണ്ണനോട് എങ്ങാനും പറ. പിന്നെ MLA അല്ലേ ഹോം നേഴ്സിനെ ഉണ്ടാക്കുന്നത്? വേണ്ട, ബാക്കിയുള്ളവരുണ്ടായിരുന്ന ജോലിയും കളഞ്ഞു. വയ്യാണ്ടായ നമ്മൾ നോക്കണം ഷൈനി, നന്നായി നോക്കണം. ബാക്കിയുള്ളവരുടെ കാര്യമൊക്കെ ദൈവം തമ്പരാൻ നോക്കിക്കോളൂ. എന്റെ അമ്മച്ചിയല്ലേ ഷൈനി? അമ്മച്ചി ആരുടേതാണെങ്കിലും മലം മലോ, മൂത്രം മൂത്രം. എന്നിട്ട് ഒന്നും കഴിച്ചില്ലയോ? കഴിച്ചു. ഇതിപ്പോ ഇങ്ങനെ പോയാൽ എങ്ങനെയാ? വന്നു നിന്ന് നോക്കാൻ പറയാനും പറ്റത്തില്ല. ആ എന്താ പറ്റാത്തെ? വന്നത് നോക്കട്ടെ. അല്ല, അതെങ്ങനെ ശരിയാവും? അതെന്താ, ആമക്കൾ നോക്കിയാൽ പറ്റത്തില്ലേ? ഇങ്ങോട്ട് കെട്ടിയെടുത്തോണ്ട് വന്നാൽ പിന്നെ നമ്മളെങ്ങനെ കാണും? അങ്ങേർക്ക് ജോലിയില്ലേ? 25,000 കുണുവാക്കി അവിടെ പോയി കിടക്കുക. ഇവിടെ പണിക്കാരെ പറഞ്ഞു വിട്ട് പറമ്പിലെ കാര്യങ്ങൾ സ്വന്തമായിട്ട് നോക്കിയാൽ കിട്ടും 9,000. ചെയ്യത്തില്ല. മാവിയുടെ ഇരുമ്പ് കട. തലസ്ഥാനത്തെ കാറ്റേ അയാൾക്ക് പിടിക്കൂ. അയാൾ എസ്കേപ്പ് അടിച്ച് നിൽക്കുക. അവിടെ നിൽക്കട്ടെ, അതാ നല്ലത്. നല്ല പ്രായത്തിൽ നമ്മുടെ ഇഷ്ടത്തിനും സന്തോഷത്തിനും ജീവിക്കാൻ പറ്റിയില്ലേ പിന്നെ? ഷൈനി, അയ്യോ, അമ്മച്ചിയെ എങ്ങനുണ്ട്? റീന പോയിട്ട് എത്ര ദിവസമായി ഷൈനി? 4-5 ആ, അതിൻ്റെ കാണാനും ഉണ്ട്. വളരെ മോശമായിരിക്കുമോ ഷൈനി? അവരൊന്നും മിണ്ടുന്നില്ലെന്ന് കരുതി പേനില്ലെന്ന് വിചാരിക്കല്ലേ. എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പറ്റുന്ന പോലെയൊക്കെ ഇനിയും ഞാൻ ചെയ്യും. ഷൈനിയെ കൊണ്ട് ഇത്രേ പറ്റത്തോളെങ്കിൽ വളരെ കോംപ്ലിക്കേഷൻ ആവും. അതെ, കിടക്കുന്നവർക്കല്ല, ബാക്കിയുള്ളവർക്ക്. ആ കുട്ടിച്ചായ ഓക്കെ ഇല്ലയോ? അല്ലാതെ പറ്റുമോ? അല്ല, പെട്ടെന്ന് ഇങ്ങനെ പോയാൽ എങ്ങനെയാ? പെട്ടെന്നായാലും എന്താ? ആ 4-5 ദിവസം അവിടെ പോയി നിൽക്കട്ടെ. ഇപ്പൊ തന്നെ ഉച്ചയായി. ഇനി പോയിട്ട് എപ്പോ വരാനാണ്? ചാച്ചനും അമ്മച്ചും തന്നെയായാലോ? ഞാൻ വൈകിട്ട് ഇങ്ങനെ വരും. ചാച്ചനും അമ്മച്ചും അതുമാത്രം അറിഞ്ഞാൽ മതിയല്ലോ. നീ എന്താന്ന് വെച്ചിട്ട് ഞാനിപ്പോ എന്തോ പറയാനാ? നീ ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ടോ? വരുന്നു മമ്മി. ചാച്ചാ പോയിട്ട് വരാവേ. അപ്പച്ചാ പോയിട്ട് വരാമേ. ഓ ഓ, വേഗം വരണേന്നുന്നപ്പാ, അപ്പച്ചന് ബോറടിക്കും. ഓ, ചെല്ല്.